ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൾസർ AS200ൻ്റെ എൻജിൻ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള വീഡിയോയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആവശ്യമുള്ള ടൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 18 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റ് മെൽ റോഡും അല്ലെങ്കിൽ ഒരു 18 മില്ലിമീറ്റർ റിംഗ് സ്പാനറും പിന്നെ ഒരു പ്ലയർ മാത്രമേ ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. നിങ്ങളുടെ പൾസറിൻ്റെ വലതുഭാഗത്ത് ബ്രേക്ക് ലിവറിനടുത്തുള്ള എൻജിൻ ഓയിൽ ക്യാപ്പ് ഊരിയെടുക്കുകയാണ് ആദ്യമായി വേണ്ടത്. ഇതിനു വേണ്ടി നമുക്കൊരു പ്ലെയർ ഉപയോഗിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡ്രെയിൻ ബോൾട്ടിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഗിയർ ലിവറിന് തൊട്ടടുത്തായി ഒരൽപ്പം താഴെ ഭാഗത്തായി ഇവിടെയായാണ് ഡ്രെയിൻ ബോൾട്ടിൻ്റെ ലൊക്കേഷൻ. ഒരു 18 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റും എൽ റോഡും ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു 18 മില്ലിമീറ്റർ റിംഗ് സ്പാനർ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഡ്രെയിൻ ബോൾട്ട് ഊരിയെടുക്കാം. 2500 കിലോമീറ്ററിനും 3000 കിലോമീറ്ററിനും ഇടയിൽ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഒഴുകി വരുന്ന എൻജിൻ ഓയിൽ കളക്ട് ചെയ്യാനായി നമുക്ക് ഒരു 1.25 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ട്രേ താഴെ വയ്ക്കാം. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്റർ വലിച്ചൂരിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുന്നതോടൊപ്പം ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാനും മറക്കരുത്. നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഓയിൽ ഫിൽറ്റർ നന്നായി തുടച്ചതിന് ശേഷം ഡീസലോ മണ്ണെണ്ണയോ പെട്രോളോ ഉപയോഗിച്ച് ഫിൽറ്റർ നമുക്ക് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡീസലാണ്. ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫിൽറ്ററിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡെപ്പോസിറ്റ് എളുപ്പത്തിൽ നമുക്ക് ഉരച്ചു മാറ്റാനാകും. ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഫിൽറ്റർ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കാം. അടുത്തതായി ഇഗ്നിഷൻ കീ ഓണാക്കി എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 സെക്കൻഡോളം വെച്ചതിന് ശേഷം എൻജിൻ നമുക്ക് വീണ്ടും ഓഫ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സിലിണ്ടറിലും റോക്കറാം, ക്യാംഷാഫ്റ്റ് എന്നിവിടങ്ങളിലും കയറിയിരിക്കുന്ന ഓയിൽ താഴേക്ക് ഒഴുകി വരുന്നതാണ്. ഇനി നമുക്ക് വണ്ടി ഇടതുഭാഗത്തേക്ക് ഒരൽപ്പം ചരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ സൈഡ് സ്റ്റാൻഡിൽ വെച്ചാലും മതിയാകും. ഇങ്ങനെ വയ്ക്കുമ്പോൾ അവശേഷിക്കുന്ന ഓയിലും വേഗത്തിൽ ഊറിയിറങ്ങും. ഓയിൽ ഫിൽറ്റർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാണുന്ന ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഉള്ളിലാണ് വരേണ്ടത് എന്നുള്ളതാണ്. ഡ്രെയിൻ ബോൾട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഓയിലിലേക്ക് ഒഴിവാക്കാനായി ഒരു അഡീഷണൽ മുൻകരുതലായി ഒരൽപ്പം ലിക്വിഡ് ഗ്യാസ്കറ്റ് ചുറ്റിലും അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഡ്രെയിൻ ബോൾട്ട് തിരികെ ഇടാം. കൈ ഉപയോഗിച്ച് ഡ്രെയിൻ ബോൾട്ട് മുഴുവനായി ടൈറ്റ് ചെയ്യുന്നതിന് ശേഷം മുൻപ് സൂചിപ്പിച്ചതുപോലെ 18 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റും എൽ റോഡുമോ അല്ലെങ്കിൽ റിംഗ് സ്പാനർ ഉപയോഗിച്ച് ഒരു അര ടേണോളം കൂടെ നമുക്ക് ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ചെയ്താൽ എൻജിൻ കേസ് അലൂമിനിയം ബേസ്ഡ് ആയതുകൊണ്ട് ത്രെഡ് ഡാമേജ് ആവാൻ സാധ്യത വളരെയേറെയാണ്. ഇനി നമുക്ക് പൾസറിൻ്റെ എൻജിൻ ഓയിൽ ലെവൽ എങ്ങനെ വെരിഫൈ ചെയ്യാമെന്ന് നോക്കാം. താഴെ ഭാഗത്തായി കാണുന്ന ഈ ലൈനാണ് മിനിമം ഓയിൽ ലെവൽ. ഇത് മാക്സിമവും. ഇതിൻ്റെ ഇടയിൽ ഓയിൽ ലെവൽ വരുന്നതാണ് അഭികാമ്യം. ഒരു ഫണൽ ഉപയോഗിക്കുകയാണെങ്കിൽ അല്പം പോലും വേസ്റ്റ് ആവാതെ എൻജിൻ ഓയിൽ നമുക്ക് ഒഴിക്കാനാകും. പൾസർ AS200ൻ്റെ എൻജിൻ ഓയിൽ കപ്പാസിറ്റി 1.2 ലിറ്റർ അഥവാ 1 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ്. ഇനി നമുക്ക് ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാം. അതെ, ഇവിടെ എൻജിൻ ഓയിൽ ലെവൽ മാക്സിമത്തിലും ഒരൽപ്പം മുകളിൽ വന്നു നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻജിൻ ഓയിൽ ക്യാപ്പ് തിരികെ ഇടാം. ഒരു പ്ലെയർ ഉപയോഗിച്ച് മുഴുവനായി ടൈറ്റ് ചെയ്യുന്നതോടെ കാര്യങ്ങളെല്ലാം ശുഭമാവുകയാണ്.